ദേശീയ മാധ്യമങ്ങളിലടക്കം സർവേകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ സർവേകൾ അനുസരിച്ചാണെങ്കിൽ UDFന് വലിയ രീതിയിൽ ഭൂരിപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ്. 16 സീറ്റുകൾ വരെ UDFന് ലഭിക്കാമെന്നുള്ള സർവേ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസം വരെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് എത്ര സീറ്റുകൾ CPIMന് അതായത് LDFന് ലഭിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നടത്തുകയുണ്ടായി. അതായത് CPIMനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കേഡർ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കണക്കെടുപ്പാണ് നടത്തിയത്. പ്രാഥമികമായ ഈ കണക്കെടുപ്പിൽ 13 സീറ്റുകൾ LDFന് ലഭിക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വടകരയിൽ P ജയരാജൻ ജയിക്കും എന്നുള്ള കാര്യവും ഇപ്പോഴത്തെ കണക്കുകൂട്ടലിൽ CPM പുറത്തുവിടുന്നുണ്ട്. കാരണം എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളും CPIMന് അവിടെ എതിരാണ്. BJPയും കോൺഗ്രസും RMPയും അടക്കമുള്ള ചെറുതും വലുതുമായ എല്ലാ പാർട്ടികളും വടകരയിൽ LDFനെ എതിർക്കുന്നു, പ്രത്യേകിച്ച് P ജയരാജനെ എതിർക്കുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഉജ്ജ്വല വിജയമായിരിക്കും P ജയരാജൻ അവിടെ നേടുക എന്നും ഈ വിലയിരുത്തലിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ കുറയാത്ത സീറ്റുകൾ ലഭിക്കുമെന്നാണ് CPM സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനാകുമെന്നും വടകര പിടിച്ചെടുക്കുമെന്നും സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തലിൽ ഉണ്ട്. ജില്ലാ ഘടകങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് വിലയിരുത്തിയാണ് ഇത്തരമൊരു നിഗമനത്തിൽ CPIM എത്തിച്ചേർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പൊതു സാഹചര്യമാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ 13-ൽ കുറയാത്ത സീറ്റുകൾ ലഭിക്കും. വടകരയിൽ പാർട്ടിക്ക് ജയിക്കാനാകും. കണ്ണൂർ, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് പ്രകാരം CPIM ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വടകരയിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് CPIMനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. BJP വോട്ട് മറിക്കാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. കാരണം BJP സ്ഥാനാർത്ഥികളെ ഈ സമയം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് അവരുടെ തന്ത്രപരമായ ഒരു നിലപാടാണോ എന്നുള്ള കാര്യവും അവ്യക്തതയായി തുടരുകയാണ്. ഈ സന്ദർഭത്തിലാണ് CPM ഇങ്ങനെയൊരു വിലയിരുത്തൽ നടത്തുന്നത്. വടകരയിൽ വലിയ തോതിൽ P ജയരാജനെ തോൽപ്പിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അങ്ങനെ എല്ലാവരും ചേർന്ന് P ജയരാജനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അവിടുത്തെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ P ജയരാജനെ CPIMന് ഒറ്റയ്ക്ക് വിജയിപ്പിച്ച് എടുക്കാനാകും എന്നുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നത്. അങ്ങനെ ദേശീയ മാധ്യമങ്ങളുടെ അടക്കം സർവേ ഫലത്തെ തള്ളുന്നതാണ് CPIMൻ്റെ ഇന്നത്തെ വിലയിരുത്തൽ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ താഴേക്കിടയിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും CPM പറയുന്നത് പോലെ തന്നെ 13 സീറ്റുകളെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ.